ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ പാർട്ട് 6 ഫ്രം ബുക്ക് ഓഫ് റെവലേഷൻ, ക്ലാസ് 22. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഭാഗം ആദ്യം ഞാൻ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം വി വിൽ ഡീൽ വിത്ത് ക്ലാസ് 22. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചാപ്റ്റർ 4 ആണ് നമ്മൾ ശ്രദ്ധിച്ചത്. ചാപ്റ്റർ 4-ലെ വേഴ്സ് 5 നിങ്ങൾക്ക് ബൈബിളിൽ നോക്കാം. അവിടെ ഓക്കെ, ചാപ്റ്റർ 4 ആൻഡ് വേഴ്സ് 5 അവിടെ നമ്മൾ വായിക്കുന്നത്, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അതിന് താഴോട്ട് വേഴ്സ് 5, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സോ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് ദാറ്റ് that tells that he is on control, or ആ ത്രോണിൽ നിന്നും, ആ സിംഹാസനത്തിൽ നിന്നും ദൈവം ഭരിക്കുന്നതിനെ കുറിച്ച് പ്രതീകാത്മകമായി സിംബോളിക്കലി പറയുന്ന ഒരു പിക്ചോറിയൽ ലാംഗ്വേജ് ആണ് അത്. Now, so I already warned you, so in prophecy there are so many pictorial language. You understand what is pictorial language, which means emblematic language or like symbolic language. Okay, നമ്മൾ പണ്ട് പദ്യമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വേഴ്സ് 5, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. സോ there were 7 lamps of fire burning before the throne. Okay, സോ 7 ദീപങ്ങൾ, അത് 7 ആത്മാക്കളാണെന്നാണ് പറയുന്നത്. സോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ വേറെ 6 ആത്മാക്കൾ ഏതാണ്? ആർ there 7 spirits or Holy Spirit? സോ ഇതൊരു കൺഫ്യൂഷൻ ആണ് പലർക്കും. സോ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി? സോ 7 burning lamp that constantly shone there, illuminating the all scene. Okay, അവിടെ പറഞ്ഞിരിക്കുന്ന 7 ദീപങ്ങൾ അവിടെ ജ്വലിക്കുന്നതായിട്ട്, കത്തി നിൽക്കുന്നു. ആ എൻറ്റയർ സീനിൽ അത് പ്രകാശം പരത്തുന്നതായിട്ടാണ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് 7 ആത്മാക്കളാണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. സോ there is no doubt about it. Okay, it is not just simple lamb, it is the spirit of God, spirits of God എന്ന പ്ലൂറാലിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. Now, why the number 7 should be applied to the Holy Spirit? So that is our question. All right, അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്പിരിറ്റ്സ്, ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഹോളി സ്പിരിറ്റിനെ വിശേഷിപ്പിക്കുവാൻ 7 ആത്മാക്കൾ എന്നുള്ള വിശേഷണം എന്തിനു കൊടുത്തു? സോ നമുക്ക് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലം, ബൈബിളിലെ റെവലേഷൻ വെച്ച് നമുക്ക് എത്താവുന്ന ചില കൺക്ലൂഷൻ ഉണ്ട്. ഓക്കെ, ഒന്ന്, the word 7 often denotes a full or complete number. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മലയാളികള് പൊതുവെ പറയുന്ന ഒരു ഭാഷാ ശൈലിയുണ്ട്. അതെന്താണെന്ന് പറയാൻ മാർക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മള് നമ്പർ വെച്ച് പറയുന്ന ഭാഷാ ശൈലികൾ ഏതെല്ലാം? ഓർക്കുന്നത് പറഞ്ഞു. അക്കങ്ങൾ വെച്ച്. എനിബഡി? തെറ്റിയാലും കുഴപ്പമില്ല. നമ്പർ വെച്ചിട്ട് ഒരു നമ്പർ മാത്രമാണ്. ഐ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ചില ഭാഷാ ശൈലികൾ. ഉദാഹരണത്തിന്, ഒന്നിൽ പിഴച്ചാൽ 3. വാട്ട് ഡസ് ഇറ്റ് ഷോ? ഒരു വട്ടം അല്ലെ ഒരു പ്രാവശ്യം തോറ്റു. ഓക്കെ, രണ്ടാമത്തെ വട്ടം തോറ്റു, പക്ഷെ തേർഡ് ടൈം. സോ അതൊരു ശൈലിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റൈറ്റ്? ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഇറ്റ് മീൻസ് 51 പ്രാവശ്യം പിഴയ്ക്കുമെന്നുള്ളതല്ല, അവൻ എപ്പോഴും അങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ആശാൻ തെറ്റിച്ചാ പഠിപ്പിച്ചത്, അപ്പൊ ശിഷ്യന്മാർക്ക് ഒത്തിരി വട്ടം തെറ്റും. അങ്ങനെ ഒത്തിരി ശൈലിയുണ്ട് അക്കങ്ങൾ വെച്ചിട്ട്, നമ്പർ വെച്ചിട്ട്. So here in Greek language, specifically 7, or maybe in the biblical context, 7 denotes, the fullness or complete. അത് സൂചിപ്പിക്കാനായിട്ട് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. So that shows, that indicates the completeness of spirit,
അല്ലാതെ 7 ആത്മാക്കൾ അല്ലെ 7 നമ്പർ ഡിജിറ്റ് അല്ല അവിടെ ഏറ്റവും പ്രൊജക്ട് ചെയ്യുന്നത്. Now, another context is within, here in Revelation, number 7 has been a favorite number. ഇഷ്ടം പോലെ 7 അക്കങ്ങൾ കാണാൻ പറ്റും. Look at that. There are 7 episodes, അല്ലെ? നമ്മൾ പഠിച്ചു 7 സഭകൾക്കുള്ള ദൂതുകൾ എഴുതാൻ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോവാണ് 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, ധൂപകലശം 7 എണ്ണം, പിന്നെ 7 ബാധകൾ, അതുപോലെ 7 ലാംപ്സ് വിളക്കുകൾ, പിന്നെ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. See that is 7 എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ഫേവറിറ്റ് വാക്കായിട്ട് നമുക്ക് കാണാം. It's not over. See, look at here 116, 7 stars, 7 attributes of God, 7 heads for the dragon. So the beast has 7 heads. So വെളിപ്പാട് പുസ്തകത്തിലെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ number 7 has a specific feature or phenomena in book of Revelation. Plus, this is the actual meaning of it. The number 7 therefore may have been given to the Holy Spirit with reference to the diversity or the fullness of his operation. എന്താണ് അർത്ഥമാകുന്നത്? വ്യത്യസ്ത നിലയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശൈലിയെയാണ് 7 എന്ന അക്കം കൊണ്ട് രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ the entire theology goes wrong. ബൈബിളിൽ ഒരിടത്തും പരിശുദ്ധാത്മാവ് 2 3 എണ്ണം ഉണ്ടെന്നൊന്നും ബൈബിള് പഠിപ്പിക്കുന്നില്ല. നെവർ. So based on Revelation, we come to the conclusion that it talks about the fullness of his operation. Okay, all right, with that we move further. ഇനി 4ന്റെ 6 അതും കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ചാപ്റ്റർ 4 and verse 6. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. So you can read in English over there. So it is talking about some creatures. Well, who are these creatures? അതിന് 4 ജീവികൾ എന്ന് പറഞ്ഞിരിക്കുന്നു, കണ്ണ് ഉണ്ടെന്ന് പറയുന്നു, മുമ്പിലും പിമ്പിലും കണ്ണുണ്ടെന്ന് പറയുന്നു. So what it is? So look at that. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. And what is that? Out of the midst there came likeness of 4 living creatures. അപ്പൊ യെഹെസ്കേലിന്റെ പുസ്തകത്തിലും 4 ലിവിംഗ് ക്രീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയുടെ കുറച്ചുകൂടെ രൂപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. Now look at this. Isaiah 6 and 2. അവിടെയും സിംഹാസനത്തിന് ചുറ്റും നിന്നു. ആര് നിന്നു? സെറാഫിംസ്, സാറാഫുകൾ. അതിൽ ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട്, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. See, അപ്പോൾ all together, putting all things together, we can come to the conclusion they are seraphim. Okay, അത് creature എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. We are also creatures, right? So that they are living being. തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ പ്രത്യേക created beings ആണ്, creatures. So possibly, most possibly, or depending on the context, we can come to the conclusion that they are seraphim. Okay. ബാക്കിയുള്ള 4-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിൽ നിങ്ങൾക്കാണ് കുറച്ച് വർക്ക് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. Meanwhile, I would suggest, എന്റെ ബൈബിൾ സ്റ്റഡി, പേഴ്സണൽ റീഡിംഗ് ഒക്കെ ഞാൻ എപ്പോഴും ഈ ഒരു പെൻസിലും ഒക്കെ കയ്യിൽ കരുതിക്കൊണ്ടാണ് I used to do that. ഇതിന് 60 രൂപയാണ്. ദിസ് ഇസ് കോൾഡ് പ്ലാസ്റ്റിക് ക്രയോൺസ്. സാധാരണ ക്രയോൺസ് അല്ല, പ്ലാസ്റ്റിക് ക്രയോൺസ്. അപ്പൊ ഇതും കൊണ്ട് നിങ്ങൾ ബൈബിളിൽ മാർക്ക് ചെയ്യാം. ദർ ഇസ് നത്തിങ് റോങ്. പക്ഷെ പേന വെച്ചൊന്നും എഴുതരുത്. ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആകർഷിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാം. സോ I do it in the scripture so that my study becomes more lively. So I recommend you to buy and do it. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരാം. ക്ലാസ് അസൈൻമെന്റ് ആണ്. ഓക്കെ, സോ നൗ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. സോ ഐ ഹാവ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. ആൻഡ് ടുഡേ ഇന്നത്തെ നമ്മുടെ താക്കോൽ അല്ലെങ്കിൽ സ്വർണവാക്യം
എന്ന് പറയുന്നത് ഇതാണ്. 5 and 9, chapter 5 and verse 9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലക്കുവാൻ. ഐ നോ ദാറ്റ് യു ഹാവ് ഹേർഡ് ദിസ് സോ മെനി ടൈംസ്. പലപ്പോഴും സഭായോഗങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന വാക്യമാണിത്. അതുപോലെ ഇതിനെ അനുബന്ധിച്ച് നമുക്ക് വി ഹാവ് മെനി സോങ്സ് ഓൾസോ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ഇൻ മലയാളം. മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, നീ അറുക്കപ്പെട്ടു നിന്നിടം ചിന്തി സകല ഗോത്രത്തിൽ നിന്നും. I hope you know it, right? Yeah. So ഇതാണ് ഇന്നത്തെ കീ വാക്യം നമ്മുടെ ഈ എൻറ്റയർ ചാപ്റ്ററിൽ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു ക്ലാസ് വർക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ്. സോ പർട്ടിക്കുലർ ആയിട്ട് ഒരു ടൈം എനിക്ക് പറയാനായിട്ട് പറ്റില്ല, ബട്ട് ഐ വിൽ ഗീവ് യു റീസണബിൾ ടൈം. ഇറ്റ് ഹാസ് 14 വേഴ്സസ്. പക്ഷെ നിങ്ങൾ ക്വിക്ക് ആയിട്ട് നോക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓൾറൈറ്റ്. അപ്പൊ എങ്ങനെയാണ് ഇത് വെച്ച് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു രൂപരേഖയും കൂടെ ഞാൻ തരുന്നത്. ഓക്കെ. നൗ the first question is, how many times do you find the word book? എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം പുസ്തകം എന്നുള്ള വാക്ക് 5-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്നു? So your time starts now. Okay, Hannah, you are right. Ebin, you are right. Okay, Basalel, you are right. Okay, Jobin, you are right. Good. So most of you have given me answer in the chat box. Very good. അപ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് പറ്റും? 7 times. 7 പ്രാവശ്യം ബുക്ക് എന്ന് അല്ലെ പുസ്തകം എന്ന് പറയുന്ന ആ പ്രയോഗം കാണാം. See, in the Bible, whenever you read, നിങ്ങൾ എപ്പോൾ ബൈബിൾ വായിച്ചാലും ഒരു കാര്യം ഓർത്തോണം, repetition shows importance in the Bible. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ പത്രം ഞാൻ നോക്കിയില്ല. Maybe if you look into the newspaper today, how do you identify the main news? എപ്രകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മനസ്സിലാകുന്നത്? What is the criteria? Come on, give me some answers. Headline നോക്കിയിട്ട്. Front page. Okay, front page. Then anything else? Bold headlines. Bold headlines. Very good. Anything else? അതേ വാർത്ത തന്നെ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ന്യൂസ്പേപ്പറിൽ ഈസ് ദാറ്റ് ദ ക്രൈറ്റീരിയ? ഒരേ വാർത്ത റിപ്പീറ്റ് ആയിട്ട് കൊടുക്കും? Maybe ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന വാർത്ത ഫ്രണ്ട് പേജിൽ കൊടുക്കും. ഡീറ്റെയിൽസ് ആൻഡ് പിക്ചേഴ്സ്. കറക്റ്റ്. വെരി ഗുഡ്. യെസ്. അപ്പൊ പ്രധാനം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് പല സ്ലോട്ടുകൾ ഉണ്ടാകും, പല പേജസ്. വെരി ഗുഡ്. സോ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ബൈബിൾ എഴുതപ്പെട്ട കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ചിരുന്നില്ല. There were no different font and there were no different font size. The front page is not there because everything is in scroll. എല്ലാം ചുരുളുകളിലായിട്ട് ഒറ്റ പേജിൽ എഴുതിയിരിക്കുന്നത്. So how do we identify the main thing? അപ്പോ അങ്ങനെ അന്നത്തെ എഴുത്തുകാര് they took a step that they repeated the things. അപ്പോൾ ആവർത്തിച്ച് എഴുതിയാൽ that shows equal to be a title. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ ഇത് എന്റെ കണ്ടുപിടുത്തമല്ല. That is the way it is. Alright? എബ്രായ ഭാഷയിലും അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലും ആവർത്തിച്ച്, നിങ്ങൾക്കറിയാം സങ്കീർത്തനത്തിലൊക്കെ ചില പ്രയോഗങ്ങൾ, യഹോവ പരിശുദ്ധൻ തന്നെ പരിശുദ്ധൻ, പല ചാപ്റ്റർ നിങ്ങൾ ഇനി ഒബ്സർവ് ചെയ്യണം ബൈബിൾ വായിക്കുമ്പോൾ കേട്ടോ. ഒരു അധ്യായത്തിൽ ചില പ്രയോഗങ്ങളോ വാക്കുകളോ റിപ്പീറ്റ് ചെയ്യും. വാട്ട് ഡസ് ഇറ്റ് ഷോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സി, ലുക്ക് അറ്റ് ദിസ് ചാപ്റ്റർ. ഈ അധ്യായം മുഴുവൻ ഒരു പുസ്തകമാണ്, കോൺസെൻട്രേഷൻ. സോ വാട്ട് ഈസ് ദാറ്റ് ബുക്ക്? വെൽ, വി വിൽ ലുക്ക് ഇൻടു ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many times do you find the word throne? സിംഹാസനം എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? Your time starts now. Very good. Hannah, you are right. Denna, you are right. Ebin, you have to check again. Not Ebin, sorry, Albin. Albin, you have to check again. Jobin, you are right. Joyce, you missed one. Basalel, you are right. Lydia, you are right. Okay, so the answer is 5 times.
Okay, in verse 1, verse 5 of verse 6, and verse 7, verse 11, verse 13. അപ്പൊ അതും റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. സോ പുസ്തകം, സിംഹാസനം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ചിന്തിച്ചോണം. ഓക്കെ, പുസ്തകം, സിംഹാസനം. ഓക്കെ, alright. ഇനി what else? How many times do you find the word lamb? Okay, Albin, you are right. Always, you are right. Okay, ജോബിനെ കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലല്ല, I am sorry. Jobin is right. Alvin, Denda, Alvis, Rejoice. തോന്നിയത് 4 ആണ്. പിന്നെ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ വേറെ വേർഡായിട്ടാ തോന്നി. Correct. I am wrong. Okay, now Hannah is right, Aksha is right, Abel is right. Okay, so the right answer is 4 times. Okay, so Jobine ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. You are right, 4 times. അപ്പോ see, ഈ അധ്യായത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വാക്കുകളുണ്ട് കണ്ടോ. അപ്പോ സിംഹാസനമുണ്ട്, പുസ്തകമുണ്ട്, കുഞ്ഞാടുണ്ട്. Now worthy, യോഗ്യൻ, ഇതൂടെ ഉള്ളു ബുദ്ധിമുട്ടിക്കുന്നത്, പേടിക്കണ്ട കേട്ടോ. ഇതൂടെ പറഞ്ഞു ഉത്തരം. worthy, യോഗ്യൻ എന്നാണ് മലയാളം കേട്ടോ. യോഗ്യൻ. Okay, Lydia, you are right. So quick. യോഗ്യൻ. ലിഡിയ ഇപ്പൊ തന്ന ആൻസർ ആണോ മുമ്പിലത്തെ ആൻസർ ആണോ ഇത്? I don't know. According to time, 8, 9. Okay, Alvis, you are right. Lydia, right. Vito is right. Again, 4 times. See, ഇപ്പൊ തന്നെ നിങ്ങൾ പല ആവർത്തി ഈ അധ്യായം വായിച്ചു. Now you can identify the words very easily. Very good. So 4 times. അപ്പോ അങ്ങനെയാണെങ്കിൽ, if so these many words are repeated. Now I want an answer from you. Okay, നന്നായിട്ട് ഒബ്സർവ് ചെയ്ത ശേഷം മാത്രമേ ഉത്തരം പറയാവൂ. ഓക്കെ, ഞാനിവിടെ കുറെ phrases കൊടുത്തിട്ടുണ്ട്. Okay, look at that. I will read in Malayalam, but English you can read and understand. Okay, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ യോഗ്യൻ കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു, ജയം പ്രാപിച്ചിരിക്കുന്നു, പുതിയ പാട്ടവര് പാടുന്നു, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ, സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ വാക്ക് പറയാമോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? സോ ആക്ച്വലി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഫ്രേസസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ബട്ട് നമ്മുടെ സമയം മുമ്പോട്ട് പോകും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നാൽ. ഓക്കെ, ബട്ട് all these phrases are from this chapter. Okay, പക്ഷേ ഈ phrases എല്ലാം കൂടെ നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. And what is that message? Give me in one word. Don't worry, it may go wrong, may be right. Come on. ഇതെല്ലാം കൂടെ ഒരുമിച്ച്. So what is the context? എന്ത് പിക്ചറാ നമുക്ക് കാണാൻ പറ്റുന്നത്? At least an explanation. If you don't find a word, anybody? Worthy of the Lamb. Worthy of the Lamb. Okay, fine. Anything else? Come on. ഒരാൾ മാത്രമേ ഉത്തരം പറഞ്ഞു. Somebody else, please try. No other answers? ഇതെല്ലാം കൂടെ നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊക്കെ ഉണ്ട് എങ്കിൽ അതെന്താണ്? That is a question. I want an answer from you actually. ഇതെല്ലാം ഉണ്ട് അങ്കിളെ. സോ അതാണെങ്കിൽ ഇതായിരിക്കാം. Maybe it is this. What is it? Come on guys, you can make it. Come on. നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു. What is it? അതിനി ഓരോരുത്തരുടെ പേര് വിളിക്കണം എന്ന് തോന്നുന്നു. ജോബിൻ, എന്ത് തോന്നുന്നു ജോബിന്? കിട്ടുന്നില്ല. ഓക്കെ, ലിഡിയ?
രാജാവ്. ഓക്കെ, രാജാവിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആൽവിസ് ആണ് മുമ്പേ പറഞ്ഞത്. ഓക്കെ, ജോന. സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മഹത്വം അർപ്പിക്കുന്നത്, സ്തോത്രവും മഹത്വം അർപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ, ആൽബിൻ. കിട്ടുന്നില്ല സാറേ. അക്ഷ. എനിക്കും കിട്ടുന്നില്ലെങ്കിൽ. ആർക്കും കിട്ടത്തില്ല. ഡെന്ന. എനിക്കും കിട്ടിയില്ല. റിജോയ്സ്. എനിക്കും കിട്ടിയില്ലെങ്കിൽ. കിട്ടിയില്ല. ഇനിയിപ്പോ എല്ലാരും പുറത്തെടുത്തോളൂ അങ്ങനെ. ഷാലോ. ഷാലോ, നീ ഇത് പറഞ്ഞില്ല, എന്നിട്ട് അപ്പനെ ഞാൻ ഇന്ന് വിളിച്ചു പറയും. ഷാലോ, മൈക്ക് ഓൺ ആക്കുന്ന പോലും ഇല്ല. ഓക്കെ, സോണി. No way. See, look at this. What? പറഞ്ഞേ സോണി, എന്തോ ട്രൈ ചെയ്തോ പറയാൻ. You want to say something? സകലത്തിലും മതിയായവൻ. See, what is it all about? സിംഹാസനത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു രാജാവുണ്ട്, പിന്നെ സ്തോത്രവും സ്തുതിയുണ്ട്. See, that put all things together, it is worship, right? See, സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാള് കുഞ്ഞാടാണത്, അവൻ യോഗ്യനാണ്. നമ്മൾ എന്തോ ഞായറാഴ്ച ദിവസം പറയണത്, കർത്താവിനോട് എന്താ പറയണത്? ദൈവത്തിനോട് നീ യോഗ്യനാണ്, അല്ലെ? അപ്പൊ നീ യോഗ്യനാണെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ വീഴുക. See, that all there. അപ്പൊ നമ്മൾ പാട്ട് പാടുന്നു, നമ്മള് ആരാധനയ്ക്ക് പാട്ട് പാടുന്നു. കർത്താവ് ജയം പ്രാപിച്ചു, വിജയിക്കുന്നത് യോഗ്യൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നയാള്, മഹത്വവും ബലവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. സോ if I say just one word, it is worship. അപ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഒരു ആരാധനയുടെ, ഒരു വർഷിപ്പിന്റെ അധ്യായമാണെന്ന് പറയാം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതുകൊണ്ട് ആരാധനയുടെ സമയങ്ങളിലൊക്കെ ഒരുപക്ഷെ കൂടുതലും ആളുകൾ ഈ അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. Am I right? Yeah. So don't forget this. Okay. So ഇങ്ങനെയുള്ള ഒത്തിരി ഫ്രേസസ് അവിടെയുണ്ട്. ഈവൻ ദ ലാസ്റ്റ് വേഴ്സ് നിങ്ങൾ നോക്കിക്കേ, 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. And they worship him. So this is the chapter of worship, we can say. Alright. Now, moving to further. ഇനിയും നിങ്ങളോട് ചോദ്യങ്ങളൊന്നും അധികമില്ല, പക്ഷെ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ്. ഇതിന്റെ പശ്ചാത്തലം എന്താ? ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതില് സി യെസ്, വേഴ്സ് 5, 5:5 അവിടെ നോക്കിയാൽ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. Now in the upcoming chapters we see that not all the seals are, എല്ലാ മുദ്രയും ഒറ്റയടിക്കല്ല തുറക്കുന്നത്. Look at that chapter 6 and verse 1. Chapter 6 and verse 1. ആരെങ്കിലും പെട്ടെന്ന് വായിച്ചേ. ആദ്യത്തെ ഫ്രേസ് എന്താ എഴുതിയിരിക്കണേ? കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ. Look at verse 3. Read it. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ. ഇനി 5-ല് 3-ാം മുദ്ര, 7-ല് 4-ാം മുദ്ര, 9-ല് 5-ാം മുദ്ര, 12-ല് 6-ാം മുദ്ര, അങ്ങനെ കൊടുത്തേക്കുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ അറ്റ് എ ടൈം. അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴാണ് ഓരോന്ന് പൊട്ടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാം, നമ്മൾ ചിലപ്പോ ഈ ഗെയിം കളിക്കുമല്ലോ, ഒരു സാധനം ഒരു ബോക്സിനകത്ത് ഉള്ളിൽ വെച്ചിട്ട് അത് റാപ്പ് ചെയ്ത് അതിന് മുകളിൽ വേറെ ബോക്സ്, മേളിൽ വേറെ ബോക്സ്. ഈ ചുരുളും ഈ ബുക്കും അല്ലെ ഈ പുസ്തകവും അങ്ങനെയുള്ള സീല് വെച്ച് ബൈൻഡ് ചെയ്തിരിക്കുക. മേ ബി എ കൈൻഡ് ലൈക്ക് ദിസ്.
ഓക്കെ, ഇത് അന്ന് എടുത്ത ഫോട്ടോഗ്രാഫ് ഒന്നുമല്ല, മേ ബി ലൈക്ക് ആൻ ഇമാജിനേഷൻ, മേ ബി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഏകദേശം ഇതേപോലെയുള്ളതാ മുദ്ര. കണ്ടോ, ആദ്യത്തെ മുദ്ര പൊട്ടിച്ചാലേ പിന്നെ രണ്ടാമത്തത് തുറക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി സ്ക്രോൾ, നോട്ട് എ ബുക്ക്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ്. It is scroll, a rolled up parchment. അത് മൃഗത്തിന്റെ തോലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് പേപ്പർ അല്ല. ഓക്കെ, ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നെയും ഏൻഷ്യൻ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് സ്ക്രോൾസിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇൻ സച്ച് എ വേ, ഇഫ് unrolled the 7 seals would need to be broken one by one. ഓരോന്ന് നമുക്കറിയാം, ചില ഗെയിം കളിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സ്ക്രോളിന്റെ കാര്യം. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നൗ എന്താണ് സീൽ ചെയ്യാറുള്ളത്? ലീഗൽ ഡോക്യുമെന്റ്സ് വെയർ സീൽ ഓഫൺ വിത്ത് അറ്റസ്റ്റേഷൻ ഓഫ് വിറ്റ്നസ്. നമുക്കറിയാം, ഇപ്പൊ ബാങ്കിൽ നിന്ന് ജപ്തി വരുമ്പോൾ, റൈറ്റ്, കോൺഫിസ്കേഷൻ, അതിന് സീൽ ചെയ്യും. ബാങ്ക് ലോക്ക് ചെയ്തിട്ട് സീൽ ചെയ്യും, അത് പൊട്ടിക്കാൻ പറ്റില്ല. അതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റ്, if you had sent registered post you would know it. Registered post നൂല് വെച്ച് കെട്ടിയിട്ട് സീൽ ചെയ്യും. അതൊരു സ്പെഷ്യൽ ഗം ആണ്, അതിന് മുകളിൽ സീൽ ഉണ്ടാകും. that shows authority. so ഈ മുദ്ര പൊട്ടിക്കുവാൻ who is authoritative? the person who sealed it, right? yes, ആ കോൺഫിസ്കേറ്റ് ചെയ്ത, കണ്ടെടുക്കപ്പെട്ട, ജപ്തി ചെയ്യാൻ പോകുന്നത് ബാങ്ക് സീൽ ചെയ്യുമ്പോൾ അത് ആർക്കും പൊട്ടിക്കാൻ പാടില്ല. Nobody is permitted to break it. So seal shows the authority. Okay, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ the outer seal, ഓക്കെ, എല്ലാത്തിനും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ but when that was broken, it would അത് പൊട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പൊട്ടിച്ചില്ലെങ്കിൽ അകത്തുള്ളത് ചുരുളുകൾ തുറക്കാനായിട്ട് പറ്റില്ല. സോ സക്സസീവ് ലോക്ക് തുറക്കണമെങ്കിൽ ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്, അങ്ങനെ തന്നെയാണ് ബൈബിളിലും കൊടുത്തിരിക്കുന്നത്. ദാറ്റ് വി വിൽ സ്റ്റഡി നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ ആ ചുരുള് അല്ലെങ്കിൽ ആ ബുക്ക് എന്തായിരുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം, ഓക്കെ, എന്നുള്ളത്, അതെങ്ങനെയായിരുന്നു അതിന്റെ രീതി, അപ്പൊ അത് പൊട്ടിക്കാൻ യോഗ്യതയുള്ള ഒരാളുണ്ട്. സോ ദാറ്റ് ഈസ് ജീസസ് ഹിംസെൽഫ്. ഓക്കെ, ദ സ്ലെയിൻ ദ ലാം. നൗ എന്താണ് ഈ സ്ക്രോള്? 5 ഓക്കെ, പുസ്തകവും അതിന്റെ 7 മുദ്രയും. അപ്പോൾ ഒരു പുസ്തകവും അതിന് 7 മുദ്രയുമുള്ള ഒരു കാര്യം. എന്താണ് ഈ പുസ്തകത്തിനകത്ത് ഉള്ളത്? ഓക്കെ, ഇറ്റ് ഈസ് ദ റിഡംഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ റെക്കോർഡാണ്, റെക്കോർഡ് ബുക്കാണിത്. തിങ്സ് ദാറ്റ് ആർ റിഡീംഡ് ബൈ ഹിം. അവൻ വിലയ്ക്ക് വാങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പിന്നെയോ, ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ് ടു അക്വയർ ബാക്ക് വാട്ട് ഹി ഹാസ് റെഡീംഡ്. അവൻ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത് കൈവശപ്പെടുത്തുവാനുള്ള ലീഗൽ ഡോക്യുമെന്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പൊ ആ ലീഗൽ ഡോക്യുമെന്റ് ആണ് കൈവശമുള്ളത്. അത് പൊട്ടിക്കാൻ ആർക്കാ യോഗ്യതയുള്ളത്? അത് വാങ്ങിച്ച ആൾക്ക്. അപ്പൊ അത് വാങ്ങിച്ചത് ആരാ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹൗ ഡിഡ് ഹി ബൈ ഇറ്റ്? By giving his blood. Okay, so he is authority. He is the authority, final authority. അതുകൊണ്ട് he is worthy to be worshipped. അതാണ് ഈ അധ്യായത്തിന്റെ the nutshell, രത്ന ചുരുക്കം. Hope you understood. This is very simple to understand. Okay, now going further, we have 4.5 minutes. Okay, what are the qualities of the lamb? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു 4 പ്രാവശ്യം കുഞ്ഞാട് എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. ഓക്കെ, സോ ഐഡന്റിറ്റി ഓഫ് ദ ലാം. ഇത് ഏതെങ്കിലും സാധാരണ കുഞ്ഞാടാണോ? നോ, ഈ കുഞ്ഞാട് നിൽക്കുന്നത് സിംഹാസനത്തിന്റെ മധ്യത്തിലാണ്. അഗെയിൻ ഇറ്റ് ഇസ് എ what to say, poetical language or prophetical language, എന്താ പറയാ, figurative speech, an appellation often given to Messiah. Okay, കുഞ്ഞാട് എന്നുള്ള ഒരു പ്രയോഗം കർത്താവായ യേശുക്രിസ്തുവിന് പലപ്പോഴായിട്ട് നൽകിയിട്ടുണ്ട്. ഈവൻ ബിഗിനിങ് ഫ്രം ഹിസ് മിനിസ്ട്രി, ജോൺ ദ ബാപ്റ്റിസ്റ്റ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി എങ്ങനെ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, റൈറ്റ്? സോ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്നുള്ള പ്രയോഗം കൊടുത്തിരിക്കുന്നത്? 2 reasons. Number 1, because the lamb was an emblem of innocence. എന്താ innocence?
എന്താ പറയാ, ഇന്നസെൻസ് മീൻസ് എന്താ അതിന്റെ മലയാളം വാക്ക്? എനിബഡി വാണ്ട്സ് ടു ഹെൽപ്പ് മീ? ആത്മാർത്ഥതയുടെ, നിഷ്കളങ്കതയുടെ, ഓക്കെ, നിഷ്കളങ്കതയുടെ ഒരു രൂപമാണ് അല്ലെങ്കിൽ ഒരു എംബ്ലമാണ് ലാംബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ആ ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ റീസൺ, because the lamb was offered commonly in sacrifice. Yes, in the Old Testament എന്താ സംഭവിച്ചത്? ലാംബ്, കുഞ്ഞാടിനെ യാഗമർപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടി? പാപങ്ങൾ മറയ്ക്കപ്പെടുവാൻ. So also Christ is the lamb. Why? He became a sacrifice. കർത്താവായ യേശുക്രിസ്തുവും യാഗമായിട്ട് മാറി. അതുകൊണ്ട് അവന് കുഞ്ഞാട് എന്നുള്ള വിശേഷം. പഴയ നിയമത്തിൽ കുഞ്ഞാട് ഒരു ആൾക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു രാജ്യത്തിന് വേണ്ടിയോ യാഗമർപ്പിക്കപ്പെട്ടു. അത് ഞാൻ കുറെ നാൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. A lamb was slain for a person, for a family in Passover, and for the entire nation in the feast of atonement. Okay, മഹാപാപ പരിഹാര ദിനം ഒരു ആട് സകല ഇസ്രായേലിന് വേണ്ടിയും മരിക്കും. പക്ഷേ സകല ലോകത്തിന് വേണ്ടിയും മരിച്ചത് യേശുക്രിസ്തുവാണ്. So he is the Lamb of God. Now, in some way having the appearance. Okay, ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു എന്ന് എഴുതിയിരിക്കണേ. സോ എന്തോ ഒരു മാർക്ക് ആ കുഞ്ഞാടിലുണ്ട്. അതുകൊണ്ടാണ് അത് അറുക്കപ്പെട്ടതെന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കയ്യിൽ ആണിപ്പഴുത് ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ. So it is identified that Christ himself is the lamb. പിന്നെ 7 horns എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഓക്കെ, 7 കൊമ്പുകൾ കണ്ടോ? 6 chapter 5 and verse 6 അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടോ? അതിന് 7 കൊമ്പ്. ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു, 7 കൊമ്പുള്ള ആട്. ദൈവം സൃഷ്ടിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഓക്വേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഐ ഡി നോട്ട് ഫൈൻഡ് എനിത്തിങ്. ചില ജീവികളെയൊക്കെ കാണുമ്പോ കൗതുകമാ തോന്നുന്നത്, ഓക്വേർഡ് അല്ല. റൈറ്റ്? സോ ഓൾസോ ദിസ് ഈസ് നോട്ട് ഓക്വേർഡ്. സ്വർഗത്തിൽ ചെല്ലുമ്പോ കുറെ ജീവികളും പ്രാണികളും, ഡോണ്ട് വറി, ദാറ്റ് ഈസ് നോട്ട് ഓക്വേർഡ്, ദാറ്റ് യു വിൽ ബി വണ്ടേർഡ്. റൈറ്റ്? അതൊരു അയ്യോ എന്താ ഇത് 7 കൊമ്പ് 7 കണ്ണും ഒക്കെ ഉള്ളത്? നോ 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 നോ, ദീസ് ആർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഓർ സെയിങ്. ഇത് കാണിക്കുന്നത് അതോറിറ്റിയാണ്. കാരണം ദാനിയേലിന്റെ പുസ്തകത്തിൽ കൊമ്പ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അതോറിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. Then 7 eyes, 7 കണ്ണും ഉണ്ടെന്നത്. അതെന്നാ വൃത്തികേടായിരിക്കും അല്ലെ? ഏലിയൻസിനെ പോലെയൊക്കെ ഇരിക്കും. നോ നോ നോ, ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഇന്റലിജൻസ് കപ്പാസിറ്റി. ഓക്കെ, അതിനുശേഷം okay, let me go further. Thou was slain. അവരൊരു പാട്ട് പാടി, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. സകല ഗോത്രത്തെയും വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു. സോ യേശുക്രിസ്തു, സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് എബ്രഹാം, സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ്, ഈ ടൈറ്റിൽ എല്ലാം ആ കുഞ്ഞാടിനുള്ളതാണ്. സോ ഹിസ് ക്വാളിറ്റീസ് ഡിസേർവ് വർഷിപ്പ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ക്വാളിറ്റി ഉണ്ട് എങ്കിൽ യെസ്, ദാറ്റ് ഷോസ് ദാറ്റ് he is worthy to be worshipped. ഇന്ന് സൺഡേ ആണ്, ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ആരാധിക്കേണ്ട ദിവസം. ഇത്രയും യോഗ്യതയുള്ള യേശുവിനെ എന്ത് ചെയ്യണം? we must worship. He deserves that. അതുകൊണ്ടാണ് 5:13-14 താഴോട്ട് 10 മുതൽ താഴോട്ട് നമ്മൾ കാണുന്നത് a wonderful act of worship. കണ്ടോ? ഏറ്റവും അവസാനം ആ സ്വർഗത്തിലെ ആ സീനിലുള്ള എല്ലാവരും നമസ്കരിച്ചു. So as we conclude today, let us also worship the Lord.